Hi, good evening, my dear children. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സമജ്ഞയുടെ ഒരു പാട്ടിൽ തുടങ്ങാം ക്ലാസ്. സമജ്ഞയും ഭാവയാമയും ഇന്ന് രണ്ടുപേരും. കഴിഞ്ഞ ആഴ്ച നമ്മള് ഭവികയുടെ പാട്ട് കേട്ടു, നല്ല പാട്ടായിരുന്നു. പിന്നെ സമജ്ഞ ആദ്യം. അൺമ്യൂട്ട് ചെയ്തോ. നിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതല്ലേ നിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതല്ലേ നിന്നെ കാണാൻ എന്തൊരു ചന്താടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി നിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതല്ലേ നിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതല്ലേ നിന്നെ കാണാൻ എന്തൊരു ചന്താടി പാവാട പ്രായത്തിലോ നമ്മളൊന്ന് പാവയ്ക്കത്തോട്ടത്തിലോ പാവാട പ്രായത്തിലോ നമ്മളൊന്ന് പാവയ്ക്കത്തോട്ടത്തിലോ കണ്ണഞ്ചിരട്ടായി നമ്മളൊന്ന് മണ്ണപ്പെണ്ണ് നല്ല പാട്ട് അല്ലേ? ഒന്ന് കൈയടിച്ച് എല്ലാവരും. നന്നായിട്ടുണ്ട്, വെരി ഗുഡ്. ഭാവയാമി ക്ലാസ് കഴിഞ്ഞവൾ ഭാവയാമിക്ക് അവസരം തരാം കേട്ടോ. റെഡി ആയിരിക്കണേ. വിഷമായോ? ലാസ്റ്റ് പോരെ? മതി, ക്ലാസ് കഴിഞ്ഞ പാട്. നമുക്ക് ഒത്തിരി സമയമുണ്ട്. ഓക്കെ, ക്ലാസ് തുടങ്ങണ്ടേ? ഓർമ്മിക്കണം. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. നമ്മുടെ ഹിന്ദിയുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത എല്ലാവരും. നമ്മൾ പഠിച്ചിട്ട് എവിടെ വരെ എത്തി? ചായ എടുത്തല്ലേ? ചാസേ ചടായി. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. നമ്മുടെ UKG കുട്ടികളെ നല്ല കുട്ടികളാ, അവര് ശ്രദ്ധിച്ചിരിക്കും. വലിയ ക്ലാസ്സിലെ കുട്ടികളെ പോലെയല്ല, നല്ല കുട്ടികളാ. ചാസേ ചടായി, ചാസേ ചമ്മച്ച്, ചാസേ ചർഖ. छासे छड़ी, छासे छलनी, छासे छतरी. जासे जग, जासे जलेबी, जासे जहाज. ഉറപ്പിച്ച് പറഞ്ഞു കേട്ടോ. അടുത്ത അക്ഷരമാണ് ജാ വരെ നമ്മൾ എഴുതി അല്ലേ? നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ജാ വരെ കുട്ടികൾ നല്ല ഉരുട്ടി എഴുതിയിട്ടുണ്ട്. നിങ്ങള് ഹോംവർക്ക് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടോ ഈ ഗ്രൂപ്പില്? ഹോംവർക്ക് ചെയ്യാത്തവര്? ഇനി നിങ്ങൾ ഹോംവർക്ക് ചെയ്യാതിരിക്കരുത് കേട്ടോ. നസീം എഴുതിയില്ല, ഹോംവർക്ക് ചെയ്തില്ല. അതെന്താ നസീം എഴുതാത്തത്? ഹോംവർക്ക് ചെയ്യാത്തവരുടെ വീട്ടില് ഇന്ന് വൈകുന്നേരം തന്നെ ടീച്ചേഴ്സ് വരും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ ക്ലാസ് കഴിഞ്ഞ പാഠം എഴുതി വെച്ചോ. 5 മണിയാകുമ്പോൾ നിങ്ങളുടെ വീട്ടിലെത്തും. ചെയ്യാതെ നസീം അവിടെ നോക്കിയിരുന്നോ, ടീച്ചർ വരും. അപ്പൊ എന്താ ചെയ്യണ്ടേ? ടീച്ചർ വരുന്നതിന് മുമ്പായിട്ട് ഹോംവർക്ക് ചെയ്ത് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, 2 ദിവസം നിങ്ങൾക്ക് ഇനി സമയം തരുള്ളൂ. ഒരാഴ്ച ഒന്നും തരില്ല. ഇന്നും നാളെയായിട്ട് നിങ്ങൾ ഹോംവർക്ക് ചെയ്തിടണം. പിന്നത്തെ ഹോംവർക്ക് ഒന്നും ഞാൻ നോക്കില്ല. കുറേ കുട്ടികളുണ്ട് മടി പിടിച്ചിരിക്കുന്നവര്. ഓക്കെ, അപ്പൊ അടുത്ത അക്ഷരമാണ് ഛ. ഏതാ അക്ഷരം? ഉറപ്പിച്ച് പറഞ്ഞേ. ഛ. ഛ.
ആ ഛ സേ ചബല. എന്താ ചബല എന്ന് പറഞ്ഞാല്? ഒരു ഫ്രോക്ക് കാണുന്നുണ്ട് അവിടെ അല്ലേ? അതാണ് അല്ലേ? ഒരു കുഞ്ഞുടുപ്പ് കാണുന്നില്ലേ? ചബല. ഇതാണ് ചബല. ഛ സേ ചർണ. ച എന്ന് പറയുമ്പോൾ ഈ ചർണയില്ലേ, ചർണ പറഞ്ഞാൽ എന്താ പറയാ? വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം പോകുന്ന പോലെ വായിന്ന് എന്താ തെറിക്കും അല്ലെ? അങ്ങനെ ഉറപ്പിൽ പറയണം. ഛ സേ ചർണ. അമ്മയൊക്കെ അവിടുന്ന് തെറിച്ചു പോയി കാണും ഛ എന്ന് പറഞ്ഞപ്പോ. ആണോ? അമ്മേനെ നോക്കുക അല്ലെ അർജുൻ? ഛ സേ ചർണ. ഛ സേ ചണ്ട. എന്താ ചണ്ട എന്ന് പറഞ്ഞാല്? എന്താണ്? നാഷണൽ ഫ്ലാഗ് അല്ലെ? കൊടി അല്ലെ? നമ്മുടെ ദേശീയ പതാക. ചണ്ട. ചണ്ട എന്ന് പറഞ്ഞാല് ദേശീയ പതാക, നാഷണൽ ഫ്ലാഗ്. Once more say cha se chabla, cha se charna. അർജുൻ രാജേഷ് എന്താ എഴുതുന്നത് അവിടെ? ഞാൻ എഴുതാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ ശ്രദ്ധിക്കേ. Don't bite your nail. Listen here. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ അയോണിന്റെ കയ്യിൽ ഇപ്പം ചണ്ടയുണ്ട് അല്ലേ? അയോൺ, നിങ്ങൾ എല്ലാവരും ഒന്ന് മറിച്ച് നോക്കുമ്പോ അയോൺ സാബിന്റെ കയ്യിൽ കാണാം ചണ്ട, നമ്മുടെ ദേശീയ പതാക അല്ലേ? എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ ശ്രദ്ധിച്ചേനി. ഛ സേ ചബല തൊട്ട് വായിക്കണം ഞാൻ പറഞ്ഞു. ആരോമലിന്റെ അടുത്തുണ്ട്, എല്ലാരും വീട്ടിലും ഉണ്ട് അല്ലേ? ഛ സേ ചബല. കണ്ടു 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 ഭവിക കണ്ടു. ലിസൺ. ഛ സേ ചബല, ഛ സേ ചർണ, ഛ സേ ചണ്ട. Once more. ഛ സേ ചബല, ഛ സേ ചർണ, ഛ സേ ചണ്ട. ഛ കഴിഞ്ഞ ഒരു അക്ഷരം കൂടി ഉണ്ട് അവിടെ. കണ്ടോ? ആ സൈഡിൽ ഇരിക്കുന്നുണ്ടോ? എന്താണ്? ഞ. ഇതാണ് അക്ഷരം ഞ. പറഞ്ഞേ, ഈ അക്ഷരം ഏതാണ്? ഞ. ഞ ഒന്നുകൂടെ പറഞ്ഞേ. ഞ. ഓക്കെ. ഇപ്പൊ എല്ലാവരും അക്ഷരദീപം എടുത്തേ. എങ്ങനെയാ ചായ എഴുതുക? കാണണ്ടേ? ചായ എങ്ങനെ എഴുതുന്നത് കാണണ്ടേ? നോക്കിയോ. ഫസ്റ്റ് ഒരു കുഞ്ഞു വര വരയ്ക്കുക. റഫ് ആയിട്ട് പെൻസിൽ പേപ്പർ ഉണ്ടെങ്കിൽ റഫ് നോട്ട് എടുക്കാം, സ്ലേറ്റ് എടുക്കാം. ആദ്യം ഒന്ന് ജസ്റ്റ് എഴുതുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരാം. എല്ലാ കുട്ടികൾക്കും എഴുതാൻ അറിയില്ലല്ലോ. ഫസ്റ്റ് ഒരു കുഞ്ഞു വര വരയ്ക്കുക. നിങ്ങൾക്ക് അക്ഷരദീപം ഉണ്ടെങ്കിൽ അക്ഷരദീപത്തിൽ എഴുതിയാലും മതി, ആയിക്കോളൂ അത് അങ്ങനെ തന്നെ. രണ്ടാമതായിട്ട് ഈ എഴുതാൻ പഠിച്ചില്ലേ നമ്മള്? ഈ എന്ന് പഠിച്ചത് ഈ പഠിച്ചില്ലേ? ഈ പോലെ എഴുതുക. അതിനുശേഷം ഈക്കൊരു കുഞ്ഞു വര കൊടുക്കുക. അവേദ്യ മോളെ എഴുതുന്നില്ല? അഭിരാമിനെ കാണാൻ പറ്റുന്നില്ലല്ലോ മിസ്സിന്. എവിടെ പോയി? വീഡിയോ ഓൺ ചെയ്തേ. അതിനുശേഷം ഇതാ ഇങ്ങനെ വരയ്ക്കാം. പേരൻസ് ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ലിപി എങ്ങനെയാന്ന് കാണിച്ചു തരാനാണ് ഇങ്ങനെ എഴുതി തരുന്നത്. അതപ്പം കുട്ടികൾക്ക് ആദ്യം എഴുതാൻ പറ്റണമെന്നില്ല. അപ്പൊ നിങ്ങൾ ആദ്യം അത് കണ്ട് മനസ്സിലാക്കുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്. അപ്പൊ ആദ്യം ഈ എഴുതുക. അതിനുശേഷം ഇങ്ങനെ ഒരു കുഞ്ഞു വര പിന്നെ നേരെ വരയ്ക്കുക. അതിനുശേഷം മുകളിൽ നിന്ന് താഴോട്ട് ഛ. ലാസ്റ്റ് ഇങ്ങനെ വരും.
ഛ. മുകളിൽ വരയ്ക്കാം. ഇതാണ് ഛ. ഏതാണ് അക്ഷരം? ഛ. മലയാളത്തിൽ നിങ്ങൾ പഠിച്ചോ? ഛ എന്നുള്ള അക്ഷരം പഠിച്ചോ നിങ്ങള്? പഠിച്ചോ ഇഷാൻ? യെസ്, പഠിച്ചു. അപ്പം ഹിന്ദിയിലത്തെ ഛ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ അക്ഷരദീപത്തിൽ അത് ഹോംവർക്ക് ചെയ്യാ. ഹോംവർക്ക് ഇടുക. എന്താ ഡേറ്റ് ഇടണം, ഇന്നത്തെ ഡേറ്റ് ഇടുക. ടെക്സ്റ്റ് ബുക്കിലും അക്ഷരദീപത്തിലും ഡേറ്റ് ഇടുക. അപ്പൊ ചാത് കഴിഞ്ഞ ഒരു അക്ഷരേ ബാക്കിയുള്ളൂ അവിടെ അല്ലേ? ഞാന്നുള്ള അക്ഷരം മാത്രമേ ഉള്ളൂ. ഞായ്ക്ക് വിഷമാവില്ലേ? നമുക്ക് അതിനെയും കൂടെ കൂടെ കൂട്ടാം അല്ലേ? ആ അക്ഷരം കൂടെ നമ്മൾക്ക് എഴുതാം. എങ്ങനെയാ ഞാൻ എഴുതുക? ഇത് കണ്ടോ? സി പോലെയല്ല അല്ലേ? സി തിരിച്ചിട്ട് പോലെയാണ്. ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ എഴുതുക, രണ്ടാമത് വരച്ചിട്ട് ഒരു ഹൈഫൺ കൊടുത്തത് നേരെ വരയ്ക്കുക, മൂന്നാമതായിട്ട് ഇങ്ങനെ വരയ്ക്കുക, ലാസ്റ്റ് ഞാൻ എഴുതാൻ ഈസിയാണ്, മുകളിലും വരയ്ക്കുക. ഇത് രണ്ടും നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം കേട്ടോ. ഇതേ നോട്ട് ബുക്കിലും ഇത് 2 പേജിലായിട്ട് എഴുതണം. ഞാൻ അപ്പൊ ആദ്യം എഴുതുക. ഇപ്പൊ ലാസ്റ്റ് വൈഷ്ണവ് ഇപ്പോഴാ കയറുത് അല്ലെ? വൈഷ്ണവിന് കണ്ടോ? ഇല്ലല്ലോ. വൈഷ്ണവ് വീഡിയോ ഓൺ ചെയ്തേ. ഫസ്റ്റ് ചായ എഴുതുന്ന എങ്ങനെയാന്ന് കണ്ടോ? ലിസൺ, ഇങ്ങനെയാണ് അതിന്റെ ലിപി വരുന്നത്. ഫസ്റ്റ് ഇങ്ങനെ ആദ്യം ഈ പോലെ എഴുതി ഓക്കെ. അപ്പൊ ചായും ഞായും നിങ്ങള് അക്ഷരദീപത്തിലും നോട്ട് ബുക്കിലും എഴുതുക. എന്നിട്ട് ഡേറ്റ് ഇട്ടിട്ട് എഴുതുക. ഒന്നുകൂടെ വായിച്ചു തരാലോ. All of you close your അക്ഷരദീപ് ആൻഡ് നോട്ട്ബുക്ക്. ഇവിടെ ശ്രദ്ധിച്ചെന്ന് ശ്രദ്ധിച്ചേ. ലിസൺ ഹിയർ. ഛ സേ ഛബല. എഡ്വിൻ ഒന്ന് അൺമ്യൂട്ട് ആക്കി മോനെ. എഡ്വിൻ എഴുതി കഴിഞ്ഞില്ലേ? നമുക്ക് പിന്നീട് എഴുതിയാ മതി. അൺമ്യൂട്ട് ചെയ്തേ. എഡ്വിന് റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. കാശിനാഥിനെ വിളിക്കാം. കാശിനാഥ് ഭയങ്കര സന്തോഷത്തില. കാശിനാഥ് അൺമ്യൂട്ട് ചെയ്തേ. ഇതും ഇതും ഇതാ 6 എത്രയാണ്? ചണ്ട. എഡ്വിൻ എഡ്വിൻ ഇപ്പം വായിച്ചു കഴിഞ്ഞവരെ അക്ഷരദീപത്തിൽ എഴുതി തുടങ്ങിക്കോളുക. അവിടെ വർത്താനം പറഞ്ഞിരിക്കരുത്. കാശിനാഥേ, അക്ഷരദീപം എവിടെ? എഴുതിക്കോ അവിടെ ഇരുന്നിട്ട്. എഡ്വിൻ വായിച്ചു മോനെ. ഈ ആൻസറും ഇതും ഈ ആൻസറും കൂടിയാണ് ഇവിടെ ഇങ്ങനെ എഴുതണ്ട്. മനസ്സിലായോ? ഈ ക്വസ്റ്റ്യനിലത്തെ ലാസ്റ്റത്തെ ഇത് ഈ ക്വസ്റ്റ്യൻ എഡ്വിന് റേഞ്ചിന്റെ പ്രശ്നമുണ്ടെന്ന് കേൾക്കുന്നില്ല. അലോൺ ജോസഫ്. ബാക്കിയുള്ളവർ എഴുതിക്കോ. അക്ഷരദീപത്തിൽ എഴുതിക്കോ. മിസ് വിളിക്കുന്നവർ മാത്രം വായിച്ചു തരിക. അലോൺ എഴുതി തുടങ്ങിക്കോ. അക്ഷരദീപത്തിൽ എഴുതി തുടങ്ങിക്കോ. അലോൺ ജോസഫ്. തബല,
ചാസെ ചർണ ചാസെ ചട ചടാനോ ചായയുടെ മുകളിൽ ഒരു ഡോട്ട് കണ്ടോ ചണ്ട 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 അവേദ്യ ഓക്കെ അലോൺ എഴുതിക്കോ കേട്ടോ അക്ഷരദീപത്തിൽ അവേദ്യ ചബല ചാസെ ചണ്ട ഓക്കെ വെരി ഗുഡ് ഇഷാന് ബുദ്ധിമുട്ടാണോ സുഖമില്ലല്ലോ വായിക്കുന്നുണ്ടോ വായിച്ചോളൂ ചണ്ട ഓക്കെ വെരി ഗുഡ് ഭാവയാമി ചാസെ ചർണ ചാസെ ചണ്ട ഓക്കെ വെരി ഗുഡ് അന്ന ഗ്രേസ് എഴുതിക്കോ ഭാവയാമി അന്ന ഗ്രേസ് ചാസെ ചർണ ആരാണ് വൈകാട്ട് പഠിച്ചത് ആരാത് പാർവണിയാണോ ചാസെ എന്തേ ഞാൻ ഇപ്പൊ വിളിച്ച അന്ന ഗ്രേസ് അൺമ്യൂട്ട് ചെയ്തേ ചണ്ട ഓക്കെ ധ്യാൻ അൺമ്യൂട്ട് ചെയ്ത മോനെ ഓക്കെ വെരി ഗുഡ് വായിച്ചോ ഓക്കെ അപ്പൊ എല്ലാവർക്കും വായിക്കാൻ കിട്ടുമോ ഒന്നുകൂടെ വായിച്ചുതരാം ചാസെ ചർണ ചാസെ ആദ്യത്തെ ചർണ എന്നാണോ ചാസെ ചബല ചാസെ ചർണ ചാസെ ചണ്ട നസീം എവിടെയായി പോയത് ഇടയ്ക്ക് എവിടെയോ പോയിട്ട് വന്നല്ലോ ഒന്ന് വായിച്ചു കേൾക്കട്ടെ നസീം മുഹമ്മദ് അൺമ്യൂട്ട് ചെയ്യാൻ മോനെ അൺമ്യൂട്ട് ചെയ്തേ ചാസെ ചണ്ട ഓക്കെ വെരി ഗുഡ് അപ്പം നിങ്ങൾ നോട്ട് ബുക്ക് ഉണ്ട് അടുത്ത് ഒരു വർക്കും കൂടെ നിങ്ങൾക്ക് തരാനുണ്ട് നമ്മളിപ്പോ ചാ ഛാ ജാ ഛാ ഞാ വരെ പഠിച്ചു അല്ലേ അപ്പം നിങ്ങൾ അത് നോട്ട് ബുക്കിൽ ഒരു പേജ് എഴുതണം വിഷമാവോ നോ എന്നാ എഴുതിക്കോ അവിടെ ആ ഫസ്റ്റ് ലൈനിൽ ഒന്ന് എഴുതിയെടുത്തേത് വ്യഞ്ജനാക്ഷരങ്ങള് രണ്ടാമത്തെ ച ഛ ജ ഛ ഞ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ അപ്പൊ അതൊന്ന് ഒരു പേജ് നോട്ട് ബുക്കിൽ നമുക്ക് എഴുതണം
അമ്മയോട് പറഞ്ഞാൽ അമ്മ ലൈൻ ഇട്ട് തരും. ലൈൻ പാടില്ല, പക്ഷെ നിങ്ങള് താഴെ താഴെ എഴുതുമ്പം ചിലപ്പോ എവിടെയെങ്കിലും പോവും. എഴുതി എഴുതി അപ്പുറത്തെ പേജിലൊക്കെ പോവും. അപ്പം നേരെ എഴുതണമെങ്കിൽ ഒന്ന് സ്കെയിൽ വെച്ച് ലൈനൊക്കെ വരച്ച് നല്ല വൃത്തി ഉണ്ടാവും. അല്ലെങ്കിൽ വഴിതെറ്റി പോവില്ലേ? സിയാന്റെ കുഞ്ഞുവാവ പഠിക്കാനിരിക്കുന്നതാണോ? ആവേ എനിച്ചും പഠിക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കും അല്ലേ? എഴുതിക്കോ. റൈറ്റ് ഫാസ്റ്റ്. രാത്രിയിലെ ബാക്കി കാവ്യാമ്മ എഴുതി കഴിഞ്ഞോ? യെസ്. പാട്ട് പാടാൻ റെഡി ആയിക്കോ കേട്ടോ. ഓക്കെ. നമ്മൾ മടുത്തു അല്ലേ? പഠിച്ചിട്ട് മടുത്തു. ഒരു പാട്ട് കേട്ടാലോ? കേൾക്കാം. ഭാവ്യാമ്മ റെഡി ആയിരിക്കുന്നുണ്ട്. ഓക്കെ, ഭാവ്യ തുടങ്ങിക്കോ. മിടുക്കൻ മുയലച്ചൻ മടി മടി മടിയൻ മറിയാമ അടിപിടി കൂടി ഒരു നാളിൽ കഥ ഇത് നാട്ടിൽ പാട്ടായി. കുറുമുഴി നീട്ടി കുയിലമ്മ അവളുടെ പേരിൽ വക്കാണ്. വിവരമറിഞ്ഞ മൃഗരാജൻ കഥ ഇത് നാട്ടിൽ പാട്ടായി. നല്ല പാട്ട്. ആരാ ഒരു കഥ പറഞ്ഞു തരിക? അയോൺ സാർ. ഓക്കെ, പറഞ്ഞോ. ശ്രദ്ധിച്ചിരിക്കുന്ന എല്ലാരും. അച്ഛത്തെ പറയണവന് എല്ലാവർക്കും കേൾക്കണ്ടേ? ഒരു ആമയും ഒരു മുയലും ഉണ്ടായിരുന്നു. ആമ പറഞ്ഞു മുയല് വേഗം ഓടി. ആമ പതുക്കെ പോയി. അത് മുയലിന് ഉറക്കം വന്നു. ഒരു മരച്ചോട്ടിൽ കിടന്നുറങ്ങി. ആമ പതുക്കെ വന്നിട്ട് ഫിനിഷിങ്ങിലായത് ഒരു ഞെട്ടി എന്നിട്ട് ഓടി പോയപ്പോ ഇത് കാണുന്നു. അഹങ്കാരം ആർക്കും പാടില്ല. അത് തന്നെ. അമ്മയും മുയലും പന്തയം വെച്ച കഥയല്ലേ? ഓക്കെ, നല്ല കഥയായിരുന്നു. എഡ്വിൻ എന്തോ പറയാനുണ്ടല്ലോ. എഡ്വിനും ജസ്വലിന് പാടണം. ജസ്വൽ പാടിക്കോ. എവിടെ? ജസ്വലിന് പാടണം എന്ന് പറഞ്ഞിട്ട് ജസ്വൽ എവിടെ? അയ്യോ, നമ്മുടെ സമയം പോവാണല്ലോ. ജസ്വൽ, ഓക്കെ, ജസ്വൽ പാടിക്കോ. റെഡി ആയിട്ടിരിക്കാം. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ അഭിരാമിയുണ്ട്, ഭവിക്കുണ്ട്, കുറെ പേര് കയ്യോർത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് പിന്നെ പാട്ട് പാടാൻ ഇനിയിപ്പോ ഇത്രയും സമയമുള്ളൂ. മിസ്സിനൊന്ന് പാടി തന്നാൽ മതി. വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അയ്യോ, ജസ്വിനെ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. റേഞ്ച് ഇല്ല. അടുത്ത വട്ടാവട്ടെ. നമുക്കൊന്ന് അഭിരാമിനെ ഒന്ന് വിളിക്കട്ടെ. സൗണ്ട് കേൾക്കാലോ. ഒച്ചത്തിൽ പാടണേ മോളെ. പാടിക്കോ. പാടിക്കോ അഭിരാമി. പാടുന്നുണ്ടോ? Rain, rain, go away, come again, another day. Little Johnny wants to play.
Jeng jeng go. കഴിഞ്ഞോ? പാട്ട് കഴിഞ്ഞോ? നല്ല പാട്ടാണോ? കേട്ടില്ല. അടുത്ത പ്രാവശ്യം നല്ല പാട്ട് പഠിച്ചിട്ട് വരണേ. ഓക്കെ, ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. ഭാവയാമി, അനയ റോസ്, ദേവപ്രിയ, ജസ്വൽ, ആരോൺ, ഗൗരി നന്ദ, അയോൺ, അവിനാഷ്. അവിനാഷ് ക്ലാസ്സിലുണ്ടോ ഇന്ന്? പ്രസന്റ് വരണം കേട്ടോ വിളിക്കുമ്പോ. ആരോമൽ ഉറങ്ങിയോ? ഇലോൺ ഉല്ലാസ്, ക്രിസ്റ്റി, ഭവിക, അർജുൻ, വൈഷ്ണവ്, ഞാൻ, ആദിനാഥ്, മുഹമ്മദ് സിയാൻ, കൃഷ്ണ, ലിയോണ, എഡ്വിൻ, പാർവണ, കാശിനാഥ്, മാത്രമൊന്നും എഴുതാനില്ല. ആദ്യം ഒരു സി വരച്ചിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് ഇങ്ങനെ എത്ര പെട്ടെന്നായി. എത്ര പെട്ടെന്നായി അത്. നോക്കി ഇഷാൻ, ആദ്യം വരച്ചു ഇങ്ങോട്ടാ വേഗം നോക്ക് ഇങ്ങോട്ടാ. എല്ലാവരുടെ പേര് വിളിച്ചില്ലേ? അഭിരാമി, എല്ലാം നല്ല സ്പീഡിലായില്ല. നസീം മുഹമ്മദ്, അന്ന ഗ്രേസ്, അത്ര വലിയ പേര് വേണ്ട. ശ്രീഷ്ണ ഇവിടെ. ശ്രീഷ്ണയെ മ്യൂട്ട് ചെയ്ത്. ശ്രീഷ്ണ വീഡിയോ ഓൺ ചെയ്തിട്ടില്ലല്ലോ. ശ്രീഷ്ണ അൺമ്യൂട്ട് ചെയ്യാം അവിടുന്ന്. എന്താണ് പറയുന്നത്? മനസ്സിലാവുന്നില്ലോ. ശ്രീഷ്ണയല്ലേ? ശ്രീഷ്ണയാണ്. ശ്രീഷ്ണയ്ക്ക് എന്താ പറയാനുള്ളത്? പ്രസന്റ് പറഞ്ഞതാണോ? ഓക്കെ, അതാണ് അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞത്. പ്രസന്റ് പറയാനാ. പേര് വിളിക്കാത്തവരുണ്ടോ ക്ലാസ്സില്? ഇല്ല, എല്ലാരും വിളിച്ചു. ഓക്കെ, ഇനി എന്താണ്? നമ്മുടെ ക്ലാസ് കഴിഞ്ഞു, പാട്ടും കഴിഞ്ഞു. എന്താ ഇവിടെ പറയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലോ. ശ്രീഷ്ണ അവിടുന്ന് അലറുന്നുണ്ട്. ഇവിടെ സൗണ്ട് കേൾക്കുന്നുമില്ല. നീ പാടിക്കോ, അവിടുന്ന് പാടിക്കോ. നമുക്ക് 4 മിനിറ്റേ ഉള്ളൂ, വേഗം പാടിക്കോ. പൂക്കാലം നീ എന്നും ചേർന്നാലും ഞാൻ എന്നെ ചേർന്നാലും അതിനകത്തേടിന്റെ മണവാളന്നെ പൂവാണ്ട് നീയാണ്ടി കാവ്യകാവണ്ണാണ്ടി ഇത് കാവ്യ മലയാളം മലയാളത്തിൽ ശല്യപ്പെടുന്നേ ചേട്ടനാ. ഓടിക്ക് ചേട്ടനെ, ഓടിക്ക്. പാട്ട് പാടാൻ വിടാതെ.
കഴിഞ്ഞോ? പാട്ട് കഴിഞ്ഞെങ്കിൽ നിർത്തായിരുന്നോ? കൈയടിച്ച് എല്ലാവരും ക്ലാപ്പ് ചെയ്തേ. ഇന്ന് പാട്ട് പാടിയവർക്കും കഥ പറഞ്ഞവർക്കും എല്ലാവർക്കും നല്ലൊരു കയ്യടി കൊടുത്തേ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ആഴ്ച കാണാം കേട്ടോ. നന്നായിട്ട് എഴുതി പഠിക്കാം. ഹോംവർക്ക് ചെയ്തിടണേ. 2 ദിവസമേ ഉള്ളൂ നിങ്ങൾക്ക്, ഒരാഴ്ച ഇല്ല. പെട്ടെന്ന് എഴുതി പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ബൈ, സി യു. ഗൗരി നന്ദ ബൈ. Bye.